ആലപ്പുഴയിൽ വയോധികയായ സുഭദ്രയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് മാത്യുവും ശർമിളയും ചേർന്ന്. സുഭദ്രയെ മർദ്ദിച്ചിരുന്നു എന്നാണ് പ്രതികളുടെ മൊഴി. ക്രൂരമായ മർദ്ദനത്തിനു ശേഷമാണ് സുഭദ്രയെ കൊന്നതെന്നും പ്രതികൾ പോലീസ് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. നെഞ്ചിൽ ചവിട്ടി കഴുത്ത് ഞെരിച്ചു സുഭദ്രയെ മർദ്ദിച്ചതായി ഇവർ പോലീസിനോട് വ്യക്തമാക്കി. സുഭദ്രയുടെ ശരീരത്തിലെ 2 ഭാഗത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നുവെന്നാണ് നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ലഭിച്ച വിവരം. കഴുത്ത്, കൈ എന്നിവ ഒടിഞ്ഞ നിലയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട്. കൈ ഒടിച്ചത് കൊലപാതക ശേഷമാണെന്നാണ് നിഗമനം. ഇടത് കൈ ഒടിച്ച് പിന്നിലേക്ക് വലിച്ചു കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട്. സുഭദ്രയെ കൊച്ചിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നുവെന്നും പ്രതികൾ പോലീസ് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 വർഷം മുൻപ് കൊച്ചിയിലെത്തിയ ഉടുപ്പിക്കാരി ശർമിളയും പങ്കാളിയായ ആലപ്പുഴ സ്വദേശി മാത്യൂസ് എന്ന നിതിനുമാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സുഭദ്രയുടെ പക്കൽ സ്വർണ്ണാഭരണങ്ങളും പണവും സ്വന്തമാക്കാനുള്ള ലക്ഷ്യത്തോടെയായിരുന്നു കൊലപാതകമെന്നാണ് സൂചന. 1 മാസം മുൻപ് കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതായ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് കരിത്തല റോഡ് ശിവകൃപയിൽ സുഭദ്രയുടെ മൃതദേഹം കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിലാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. സ്വർണ്ണാഭരണങ്ങൾക്കായി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. സുഭദ്രയെ കാണാനില്ലെന്ന് മകൻ രാധാകൃഷ്ണൻ പരാതി നൽകിയിരുന്നു. ഫോൺ വിളികൾ പരിശോധിച്ചപ്പോൾ ഇവർ കലവൂരിൽ വന്നിരുന്നതായി കണ്ടെത്തി. ഓഗസ്റ്റ് 4-ന് എറണാകുളം സൗത്തിൽ നിന്ന് ഒരു സ്ത്രീക്കൊപ്പം പോകുന്ന CCTV ദൃശ്യവും ലഭിച്ചിരുന്നു. സുഭദ്രക്കൊപ്പമുള്ളത് ശർമിളയാണെന്ന് ദൃശ്യങ്ങളിൽ തിരിച്ചറിഞ്ഞെങ്കിലും വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. മണ്ണിനടിയിലെ മൃതദേഹ സാന്നിധ്യം തിരിച്ചറിയുന്ന ഖഡാവർ നായിയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം സുഭദ്രയുടെ മക്കൾ രാധാകൃഷ്ണനും രാജേഷും തിരിച്ചറിഞ്ഞു. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇവർ അറിയിക്കുകയും ചെയ്തു. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ സുഭദ്ര അവസാനം എത്തിയത് കലവൂരിലാണെന്ന് കണ്ടെത്തി. ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 1 മാസത്തോളമായി പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. ഒന്നിച്ച് താമസിച്ചിരുന്ന മാത്യൂസും ശർമിളയും ചേർന്ന് സുഭദ്രയെ കൊന്നു കുഴിച്ചു മൂടിയതാണെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇരുവരുടെയും മൊഴി ഇത് സത്യപ്പെടുത്തി. യാത്രകളും മറ്റും ഒന്നിച്ചു പോയിരുന്ന ഇവർ സുഭദ്രയുടെ സ്വർണം മോഷ്ടിച്ചു. ഇതിനെ ചൊല്ലി സുഭദ്ര 2 പേരുമായി തെറ്റി. കുറച്ചു കാലത്തിനു ശേഷം വീണ്ടും ഇവർ അടുപ്പത്തിലായി. തുടർന്ന് സുഭദ്രയെ കലവൂരിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി കയ്യിലുണ്ടായിരുന്ന സ്വർണം തട്ടിയെടുത്ത് ഇരുവരും മുങ്ങുകയായിരുന്നു.